ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. സമാധാന സന്ദേശത്തിലൂടെ എന്നെ ശ്രദ്ധിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും വീണ്ടും വരുന്നവനായ ക്രിസ്തുവേശുവിന്റെ നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനം. ഫിലിപ്പിയ ലേഖനം 1-ാം അധ്യായം അതിൻ്റെ 27-ാമത്തെ വാക്യം. ഞാൻ നിങ്ങളെ വന്ന് കണ്ടിട്ടോ ദൂരത്തിരുന്ന് നിങ്ങളുടെ അവസ്ഥ കേട്ടിട്ടോ നിങ്ങൾ ഏകാത്മാവിൽ നിലനിന്ന് എതിരാളികളാൽ ഒന്നിലും കുലുങ്ങിപ്പോകാതെ ഏക മനസ്സോടെ സുവിശേഷത്തിൻ്റെ വിശ്വാസത്തിനായി പോരാട്ടം കഴിക്കുന്നു എന്ന് ഗ്രഹിക്കേണ്ടതിന് ക്രിസ്തുവിൻ്റെ സുവിശേഷത്തിന് യോഗ്യമാവണ്ണം മാത്രം നടപ്പി. ദൈവവചനം പറയുകയാണ്, ക്രിസ്തുവിൻ്റെ സുവിശേഷത്തിന് ഒരു യോഗ്യതയുണ്ട്. ആ യോഗ്യതയ്ക്കകത്ത് നടക്കാൻ സഭയോട് അപ്പോസ്തലൻ ഉപദേശിക്കുകയാണ്. കാരണം പറയുന്നുണ്ട്, അതിൻ്റെ തൊട്ട് മുകളിൽ പറയുന്നുണ്ട്, നിങ്ങൾ ഏക ആത്മാവിൽ നിലനിന്ന്. അവിടെ പറയുന്നത് ഇങ്ങനെയാണ്, എതിരാളികളാൽ ഒന്നിലും കുലുങ്ങിപ്പോകാതെ ഏക മനസ്സോടെ. വാസ്തവത്തിൽ ക്രിസ്തുവിൻ്റെ സുവിശേഷത്തിനകത്ത് നിൽക്കുമ്പോൾ എതിരാളികൾ വന്നാൽ പോലും കുലുങ്ങിപ്പോകാത്തൊരു സാഹചര്യത്തിലൂടെ നിങ്ങൾ സഞ്ചരിക്കണമെങ്കിൽ, നമ്മൾ സഞ്ചരിക്കണമെങ്കിൽ വചനം പറയുകയാണ്, യോഗ്യമാവണ്ണം നടക്കണം. അതിൻ്റെ അർത്ഥം എന്തുവാണ്? സുവിശേഷത്തിനകത്ത് നിൽക്കുന്ന, ഈ കർത്താവിനെ മുറുകെ പിടിച്ച് നിൽക്കുന്ന നമ്മുടെ ജീവിതത്തിനകത്ത് ചില സാഹചര്യങ്ങൾ വരുമ്പോൾ കർത്താവിനെ ഒരു ഭാഗത്ത് മാറ്റി നിർത്തി രണ്ടു വള്ളത്തിൽ നിൽക്കുന്നത് പോലെ പിടിച്ചു നിൽക്കാൻ വേണ്ടി എന്തും ചെയ്യുന്ന ചില ആൾക്കാരുണ്ട്. എന്നാൽ ഇവിടെ ലേഖനം എഴുതിയിരിക്കുന്ന ധന്യനായ അപ്പോസ്തലൻ പ്രതികൂലത്തിന്റെ നടുവിൽ നിന്നുകൊണ്ട് പറയുന്നുണ്ട്, ഈ ചങ്ങല ഒഴികെ സകലരും ക്രിസ്തുവിനെ അറിയണം. നോക്കിയേ, ആ സാഹചര്യം ഒന്ന് ചിന്തിച്ചേ. തൻ്റെ ജീവന് പോലും ഭീഷണിയിൽ നിൽക്കുമ്പോഴും അപ്പോസ്തലൻ പറയുന്നൊരു പദം, ഞാൻ ആഗ്രഹിക്കുന്നു എൻ്റെ പ്രസംഗം ഈ ക്രിസ്തു തന്നെ ഏക രക്ഷകനെന്ന് നിൽക്കുന്ന സകലരും വിശ്വസിക്കണം. എതിരാളികൾ ഒത്തിരിയുണ്ട്, സുവിശേഷ വിരോധികൾ ഒത്തിരിയുണ്ട്. എന്നാൽ അവിടെയൊക്കെ ഇളകിപ്പോകാതെ അറിഞ്ഞ ആത്മാവിനകത്ത്, അനുഭവിച്ച ആത്മാവിനകത്ത് നിലനിൽക്കണമെങ്കിൽ യോഗ്യതയ്ക്കകത്ത് സഞ്ചരിക്കണം. പ്രിയരെ, ഈ കാലഘട്ടത്തിൽ ഇവിടെയുമുണ്ട് അവിടെയുമുണ്ട് എന്ന് പറഞ്ഞ് സഞ്ചരിക്കുന്ന ഒത്തിരി പേരുണ്ട്. എന്നാൽ വചനം നമ്മെ പഠിപ്പിക്കുന്നു, അല്ല, ഒരേ ആത്മാവിൽ അറിഞ്ഞ സത്യത്തിനകത്ത് ക്രിസ്തുവിൻ്റെ സുവിശേഷത്തിന് ഒരു യോഗ്യതയുണ്ട്. കർത്താവിനെ നോക്കിയേ, കർത്താവ് ചില ഭാഗങ്ങളിൽ തൻ്റെ ഇടത്തോടെ നിന്നില്ലേ? ആ കുറുക്കനോട് ചെന്ന് പറ, ഞാനിവിടെ ഉണ്ട്. അതാണ് സുവിശേഷം. ചില സ്ഥലങ്ങളിൽ നിന്ന് മാറിപ്പോയില്ലേ, ഒന്നും മിണ്ടാതെ പോയില്ലേ? അതാണ് സുവിശേഷം. ദൈവം തന്ന പരിജ്ഞാനത്തിനൊത്ത് യോഗ്യതയോടെ സഞ്ചരിപ്പാൻ, യോഗ്യതയില്ലാതെ മറ്റുള്ളവരെ കൊണ്ട് നമ്മയും പഴിച്ച് ക്രിസ്തുവിനെയും പഴിക്കുന്ന നിലയിലോട്ട് സഞ്ചരിക്കാതെ ആ യോഗ്യതയ്ക്കകത്ത് ആത്മാവിൽ സഞ്ചരിപ്പാൻ, സുവിശേഷത്തിന് വേണ്ടി സഞ്ചരിപ്പാൻ ദൈവം കൃപ ചെയ്യട്ടെ. വിശ്വസിക്കുക, പ്രാർത്ഥിക്കുക. ദൈവം വിശ്വസ്തൻ. ഗോഡ് ബ്ലെസ് യു.